മാസങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമം. കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് യാർഡ് കോൺക്രീറ്റ് പ്രവൃത്തിക്ക് ശേഷം തുറന്നു നൽകി. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ.വി. സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. നവീകരണ പ്രവർത്തനങ്ങൾക്കായി അടച്ചിട്ട കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ.വി. സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ നാളുകളായുള്ള കാഞ്ഞങ്ങാട് എത്തിച്ചേരുന്നവരും അതുപോലെ കാഞ്ഞങ്ങാട് നിവാസികളുമായിട്ടുള്ള ആളുകളുടെ ഒരു ആവശ്യമായിരുന്നു ഏറ്റവും മികച്ച രൂപത്തിലുള്ള ഒരു ബസ് സ്റ്റാൻഡ് യാർഡ്. മഴക്കാലം വളരെ കൂടുതലായിട്ടുള്ള ഒരു നാടാണ് നമ്മുടെ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ടാറിംഗ് പ്രവൃത്തികൾ എത്ര തന്നെ ചെയ്താലും അത് ഒരു മഴക്കാലം കഴിയുമ്പോഴത്തേക്കും കേടുപാടുകൾ സംഭവിക്കുന്ന ഒരവസ്ഥയിലുണ്ടായി. അതുമാത്രമല്ല, ബസ്സുകൾ നിരന്തരം ഒരു ദിവസം നൂറുകണക്കിന് ബസ്സുകൾ കയറി ഇറങ്ങുകയും പാർക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനം എന്നുള്ള രൂപത്തിൽ വളരെയധികം മോശമായ അവസ്ഥയിലായിരുന്നു ബസ് സ്റ്റാൻഡ് യാർഡിൻ്റെ ഒരു സ്ഥിതി. അത് പരിഹരിക്കുന്നതിന് നമ്മൾ 2 വർഷത്തിലധികമായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട്. അത് ആരംഭിക്കുമ്പോൾ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇത്രയും പണം ചെലവഴിച്ച്, കാരണം 65 ലക്ഷം രൂപയാണ് നമ്മൾ നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ സ്ട്രക്ചറൽ ഡിസൈൻ ആവശ്യപ്പെട്ടു. അതിൻ്റെ ഭാഗമായിട്ട് നാറ്റ്പാക്കിനെ സമീപിക്കുകയും നാറ്റ്പാക്ക് എന്ന ഏജൻസി അതിന് വേണ്ടുന്ന സ്ട്രക്ചറൽ ഡിസൈൻ ഇവിടെ വന്ന് അതിൻ്റെ സർവേ നടത്തി തയ്യാറാക്കി തരികയും ചെയ്തു. അതിനുശേഷമാണ് ഇതിൻ്റെ അംഗീകാരം ലഭിക്കുകയും ഭരണ സാങ്കേതിക അനുമതി ലഭിക്കുകയും ഇതിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് പോവുകയും ഇന്ന് ഏറ്റവും മനോഹരമായി ഈ ഒരു ബസ് സ്റ്റാൻഡ് യാർഡ് കോൺക്രീറ്റ് ചെയ്ത് പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുകയും ചെയ്യുന്നു. 63 ലക്ഷം രൂപ ചിലവഴിച്ചാണ് യാർഡ് കോൺക്രീറ്റ് ചെയ്യുകയും ഡ്രെയിനേജും അടക്കമുള്ള ജോലികൾ പൂർത്തീകരിച്ചത്. കഴിഞ്ഞ ഏപ്രിൽ 1 മുതലാണ് കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് അടച്ചിട്ടത്. ഇതിനെ തുടർന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത്. 1.5 മാസം കൊണ്ട് തീർക്കാവുന്ന പ്രവൃത്തി 170 ദിവസം കൊണ്ടാണ് പൂർത്തീകരിച്ചത്. ഇത് വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കിയിരുന്നത്. നഗരസഭാ വൈസ് ചെയർമാൻ ബിൽജറ്റ് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ കെ അനീഷൻ, കെ മായ, കെ വി സരസ്വതി, പി അഹമ്മദ് അലി, കെ പ്രഭാവതി, കെ ശോഭ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.